സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. വാർത്തകൾ നോക്കി വരാം അതിവേഗത്തിൽ. പ്രതിപക്ഷത്തിന്റെ മറ്റൊരു കള്ളക്കഥ കൂടി പൊളിഞ്ഞു. CMRL എക്സാലോജിക് വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണ്ടെന്ന് ഹൈക്കോടതി. മാത്യു കുഴൽനാടന്റെ ഹർജി തള്ളി കോടതി. സർക്കാരിനെതിരായ മഴവിൽ സഖ്യത്തിന്റെ ആരോപണങ്ങൾ പൊളിഞ്ഞെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. കോടതി വിധി മാധ്യമങ്ങൾക്കുള്ള അടിയെന്നും ഗോവിന്ദൻ മാസ്റ്റർ. വസ്തുതയുമായി ബന്ധമില്ലാത്തതും സത്യവിരുദ്ധവുമായ ആരോപണങ്ങളാണ് മാത്യു കുഴൽനാടൻ ഉന്നയിച്ചതെന്ന് TP രാമകൃഷ്ണൻ. വിധി മാത്യു കുഴൽനാടന് അനുഭവ പാഠമാകേണ്ടതാണെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ. പിണറായിക്കെതിരെയും പാർട്ടിക്കെതിരെയും പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും നിർമ്മിച്ച അപസർപ്പ കഥകൾക്ക് ഏറ്റ തിരിച്ചടിയാണ് വിധിയെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ. കുഴൽനാടൻ മാപ്പല്ല ഇനി പറയേണ്ടതെന്നും MLA സ്ഥാനം കുഴൽനാടൻ രാജിവെക്കണമെന്നും AK ബാലൻ. ഹൈക്കോടതി വിധി പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടിയെന്ന് മന്ത്രി P രാജീവ്. UDFും BJPയും നടത്തിയ ഗൂഢാലോചനയാണ് പൊളിഞ്ഞതെന്നും മന്ത്രി. പ്രതിപക്ഷം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടിരുന്ന അപവാദങ്ങളുടെയും ദുരാരോപണങ്ങളുടെയും പരമ്പരയിൽ മറ്റൊന്നുകൂടി പൊട്ടിത്തകർന്നുവെന്ന് മന്ത്രി MB രാജേഷ്. ഹൈക്കോടതി ഉത്തരവ് UDFന് തിരിച്ചടിയല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പോരാട്ടം തുടരുമെന്ന് മാത്യു കുഴൽനാടൻ. എമ്പുരാനെതിരെ രൂക്ഷ വിമർശനവുമായി BJP കോർ കമ്മിറ്റി. ഗുജറാത്ത് കലാപ സീനുകളിൽ സെൻസർ ബോർഡിലെ RSS നോമിനികൾക്ക് ഗുരുതര വീഴ്ചയെന്ന് കമ്മിറ്റിയിൽ വിമർശനം. കമ്മിറ്റി യോഗത്തിനു ശേഷം വാർത്താ സമ്മേളനം പോലും നടത്താൻ കഴിയാതെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ്. PK ശ്രീമതി ടീച്ചറോട് മാപ്പ് പറഞ്ഞത് ഔദാര്യമെന്ന BJP നേതാവ് B ഗോപാലകൃഷ്ണന്റെ വാദം പച്ചക്കള്ളം. കേസ് ഒത്തുതീർപ്പാക്കിയത് P ഗോപാലകൃഷ്ണൻ മാപ്പ് പറയാമെന്ന ധാരണയിൽ. ഒത്തുതീർപ്പ് രേഖകൾ കൈരളി ന്യൂസിന്. കൊടകര BJP കുഴൽപ്പണ കേസ് അന്വേഷണം അട്ടിമറിച്ച ED ആസ്ഥാനത്തേക്ക് CPMന്റെ പ്രതിഷേധ പ്രകടനം. സംഘപരിവാർ സംഘടനയായും ED മാറിയെന്ന് A വിജയരാഘവൻ. കള്ളപ്പണം കൊണ്ടുവന്നത് BJPക്ക് വേണ്ടിയെന്നതിന് വ്യക്തമായ തെളിവുണ്ടെന്നും A വിജയരാഘവൻ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ SUCA സമരത്തിലെ INTUC നിലപാടിൽ വെട്ടിലായി KPCC നേതൃത്വം. വിഷയത്തിൽ INTUCയെ അനുനയിപ്പിക്കാൻ KPCC നീക്കം. സഹകരിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്ന് INTUCയോട് KPCC നേതാക്കൾ അഭ്യർത്ഥിച്ചുവെന്നാണ് വിവരം. മലപ്പുറം വാളാഞ്ചേരി HIV ബാധയിൽ കൂടുതൽ പേരെ പരിശോധിക്കാൻ ആരോഗ്യവകുപ്പ്. ലഹരി കേസുകളിൽ പിടിയിലായവരെ HIV ടെസ്റ്റ് കൂടി നടത്തും. അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിലും പരിശോധന ശക്തമാക്കി. CPM 24ാം പാർട്ടി കോൺഗ്രസിനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണം. മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാപരിപാടികളും സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കും. പ്രശസ്ത ചലച്ചിത്ര പ്രവർത്തകരായ പ്രകാശ് രാജ്, വിജയ് സേതുപതി, ശശികുമാർ, ജ്ഞാനവേൽ ഉൾപ്പെടെയുള്ളവർ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും.
മന്ത്രിസഭയുടെ 4ാം വാർഷികം പ്രമാണിച്ച് കോട്ടയം ജില്ലയിൽ വിപുലമായ പരിപാടികൾ. എന്റെ കേരളം പ്രദർശന വിപണനമേള ഏപ്രിൽ 25 മുതൽ മെയ് 1 വരെ നടക്കും. ജനങ്ങളുമായി കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രി ഏപ്രിൽ 29-ന് കോട്ടയത്തെത്തുമെന്ന് സംഘാടക സമിതി ചെയർമാൻ കൂടിയായ മന്ത്രി വി എൻ വാസവൻ. നാരങ്ങാനം വില്ലേജ് ഓഫീസർക്കെതിരെ പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ. ജോസഫ് ജോർജിനെ അഴിമതി ആരോപണത്തിൽ മുൻപ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് കളക്ടർ. സിപിഎം പത്തനംതിട്ട ഏരിയ സെക്രട്ടറി എം വി സഞ്ജുവും വില്ലേജ് ഓഫീസർ അഴിമതിക്കാരനാണെന്ന് ആരോപണം ഇന്നലെ ഉന്നയിച്ചിരുന്നു. സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ച കവിത മതവികാരം വ്രണപ്പെടുത്തിയെന്നാരോപിച്ച് കേസെടുത്ത ഗുജറാത്ത് സർക്കാരിന് സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനം. ജനാധിപത്യത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നും പൗരന്മാരുടെ അവകാശങ്ങളെ ചവിട്ടിമെതിക്കാൻ ശ്രമിക്കരുതെന്നും സുപ്രീംകോടതി. കോൺഗ്രസ് എം പി ഇമ്രാൻ പ്രതാപ് ഗഡിക്കെതിരായ ക്രിമിനൽ കേസ് സുപ്രീംകോടതി റദ്ദാക്കി. ബീഹാറിൽ കോൺഗ്രസ് നേതാവ് കനയ്യകുമാറിന്റെ സന്ദർശനത്തിനു ശേഷം ക്ഷേത്രത്തിൽ ശുദ്ധികലശം നടത്തി സംഘപരിവാർ. ഹിന്ദുമതത്തിനെതിരെ വിവാദ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് സംഭവത്തിൽ ബിജെപിയുടെ വിചിത്ര ന്യായീകരണം. ഇനിയും കനയ്യകുമാർ എത്തിയാൽ ഇത്തരം നടപടികൾ ആവർത്തിക്കുമെന്നും ബിജെപി. പണമിടപാട് കേസിൽ ദില്ലി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയെ സ്ഥലം മാറ്റി. അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റണമെന്ന സുപ്രീംകോടതി കൊളീജിയത്തിന്റെ ശുപാർശ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. യശ്വന്ത് വർമ്മയുടെ വസതിയിൽ പണം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് വർമ്മയെ സ്ഥലം മാറ്റിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മെയ് മാസത്തിൽ ഉണ്ടാകുമെന്ന് സൂചന. കേരളത്തിലെ നിലമ്പൂർ ഉൾപ്പെടെ 8ഇടങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിർദ്ദേശം. പരാതികൾ പരിഹരിച്ച് അന്തിമ വോട്ടർ പട്ടിക മെയ് 5-ന് പ്രസിദ്ധീകരിക്കാനും നിർദ്ദേശം. SFI പ്രവർത്തകർക്ക് നേരെ ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണം. മർദ്ദനമേറ്റത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് SFI പ്രവർത്തകർക്ക്. മാരകായുധങ്ങൾ ഉപയോഗിച്ച് വിദ്യാർത്ഥിനികളെ അടക്കം വെട്ടി പരുക്കേൽപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കടൽ മണൽ ഖനന പദ്ധതിക്കെതിരെ പാർലമെന്റ് മാർച്ച് നടത്തി കേരള കോൺഗ്രസ് എം. മാർച്ച് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തെ ബാധിക്കുന്ന പദ്ധതിയിൽ നിന്ന് കേന്ദ്രം പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട്. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ഉൾപ്പെടെ പ്രമുഖ നേതാക്കൾ ധർണയിൽ അണിനിരന്നു. പത്തനംതിട്ട കോന്നി തലമാനത്ത് വീടിനുള്ളിൽ കയറി ഭീതി സൃഷ്ടിച്ച രാജവെമ്പാലയെ വനം വകുപ്പ് പിടികൂടി. കോന്നി ഫോറസ്റ്റ് സ്ട്രൈക്കിംഗ് ഫോഴ്സാണ് രാജവെമ്പാലയെ സുരക്ഷിതമായി പിടികൂടിയത്. പിടികൂടിയ രാജവെമ്പാലയെ ചെങ്കോൽ വനമേഖലയിൽ തുറന്നുവിടും. പീഡനക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ആൾദൈവം അസാറാം ബാപ്പുവിന്റെ ജാമ്യ ഹർജിയിൽ ഭിന്നവിധി പുറപ്പെടുവിപ്പിച്ച് ഗുജറാത്ത് ഹൈക്കോടതി. 3 മാസം ജാമ്യം നൽകാൻ ജസ്റ്റിസ് ഇലേഷ് വോറ തയ്യാറായപ്പോൾ ജാമ്യാപേക്ഷ തള്ളുന്നുവെന്ന് ജസ്റ്റിസ് സന്ദീപ് ഭട്ട് അദ്ദേഹത്തിന്റെ വിധിയിൽ പറഞ്ഞു. മാർച്ച് 25-ന് വാദം പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റി.
ഭരണഘടനാ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായ UGC കരട് ചട്ട ഭേദഗതിയിൽ കേരളത്തിന്റെ നിർദ്ദേശങ്ങളടങ്ങിയ റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ചു. വിവിധ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തത്തോടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച സംവാദത്തിലെ നിർദ്ദേശങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. കേരളം നിർദ്ദേശിച്ച ശുപാർശകൾ ഉൾപ്പെടുത്തി UGC കരട് ചട്ടങ്ങൾ പരിഷ്കരിക്കണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. പാലക്കാട് എരിമയൂർ SBI ബ്രാഞ്ചിൽ മാനസികാസ്വാസ്ഥ്യമുള്ള യുവാവിന്റെ ആക്രമണം. ബാങ്കിന്റെ ചില്ലുകളും കമ്പ്യൂട്ടറുകളും അടിച്ചു തകർത്തു. യുവാവിനെ പോലീസെത്തി കസ്റ്റഡിയിലെടുത്തു. കോട്ടയം മുണ്ടക്കയം ടൗണിന് സമീപം കിണറ്റിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. മുണ്ടക്കയം ടൗണിന് സമീപം പഴയ ഗാലക്സി തിയേറ്ററിന്റെ പുറകുവശത്താണ് കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത്. പുരുഷന്റേതെന്ന് തോന്നുന്ന മൃതദേഹത്തിന് ഏതാനും ദിവസത്തെ പഴക്കമുണ്ട്. കേന്ദ്ര നിലപാട് വൈകുന്നതിനാൽ തൃശൂർ പൂരം വെടിക്കെട്ട് പ്രതിസന്ധിയിൽ. വെടിക്കെട്ട് സംബന്ധിച്ച് കഴിഞ്ഞ ഒക്ടോബറിൽ കേന്ദ്ര സർക്കാർ നടത്തിയ പെസോ നിയമ ഭേദഗതിയിൽ ഇളവ് ആവശ്യപ്പെട്ട് ദേവസ്വങ്ങൾ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചെങ്കിലും ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ MPയുമായ സുരേഷ് ഗോപിയുടെ വകുപ്പിന് കീഴിലുള്ള പെസോയാണ് ഭേദഗതിയിൽ ഇളവ് നൽകേണ്ടത്. തിരുവനന്തപുരത്ത് KSRTC സ്വിഫ്റ്റ് ജീവനക്കാർക്ക് മർദ്ദനം. ശ്രീകാര്യത്ത് വെച്ചാണ് സംഭവം. പിക്കറ്റ് വാനിലെത്തിയ ഡ്രൈവറാണ് മർദ്ദിച്ചത്. തൃശൂർ വെള്ളിക്കുളങ്ങര രണ്ടുകൈയിൽ കാട്ടാന ഇറങ്ങി. ജനവാസ മേഖലയിലെ കൃഷിഭൂമിയിലാണ് കാട്ടാന ഇറങ്ങിയത്. കാട്ടാന പുരയിടത്തിലെത്തിയ ദൃശ്യങ്ങൾ പുറത്ത്. കൊച്ചിയിൽ സ്വർണ്ണത്തരികൾ അടങ്ങിയ മണ്ണ് നൽകാമെന്ന പേരിൽ തട്ടിപ്പ് നടത്തിയ സംഘം പിടിയിൽ. 4 അംഗ ഉത്തരേന്ത്യൻ സംഘമാണ് പിടിയിലായത്. തമിഴ്നാട് സ്വദേശികളിൽ നിന്നും സംഘം $2 കോടിയോളം രൂപ തട്ടിയെടുത്തു. എറണാകുളം മൂവാറ്റുപുഴയിൽ രോഗിയുമായി പോയ ആംബുലൻസിനെ കടത്തിവിടാതെ കാർ. അടിയന്തര ഡയാലിസിസിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോയ ആംബുലൻസിനെയാണ് കാർ കടത്തിവിടാതിരുന്നത്. വഴിതടഞ്ഞ കാറിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ആൾതാമസമില്ലാത്ത ഷെഡിൽ നിന്നും പെരുമ്പാമ്പിനെയും കുഞ്ഞുങ്ങളെയും കണ്ടെത്തി. സംഭവം കൊടുമൺ പഴയ പോലീസ് സ്റ്റേഷൻ ജംഗ്ഷനിൽ. കണ്ടെത്തിയത് 2 വലിയ പാമ്പുകളെയും 10 കുഞ്ഞുങ്ങളെയും. ഷെഡ് പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. കേരളത്തിലുടനീളം സ്കൂളുകളിലേക്ക് നീന്തൽ പരിശീലനം വ്യാപിപ്പിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. നീന്തൽ പരിശീലനത്തിലൂടെ ഒരു ജീവിത നൈപുണ്യം പഠിപ്പിക്കുക മാത്രമല്ല, ഭാവി സംരക്ഷിക്കുകയുമാണ് ചെയ്യുന്നതെന്ന് മന്ത്രി. വെള്ളപ്പൊക്ക സാധ്യതയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ കൃത്യസമയത്ത് നൽകാൻ സംവിധാനം ഒരുങ്ങുന്നു. തത്സമയ വിവരശേഖരണ സംവിധാനം സ്ഥാപിക്കുന്നതിനായി $1 കോടി രൂപയോളം അനുവദിച്ചതായി മന്ത്രി റോഷി അഗസ്റ്റിൻ. 8 ജില്ലകളിലെ 11 സ്ഥലങ്ങളിലാകും സംവിധാനം ഒരുങ്ങുക. മലപ്പുറത്ത് മാരക മയക്കുമരുന്നുകളുമായി അസം സ്വദേശി പിടിയിൽ. ബിലാൽ ഹുസൈനിൽ നിന്ന് 200 മില്ലിഗ്രാം ഹെറോയിനും 5 ഗ്രാം കഞ്ചാവുമാണ് പിടികൂടിയത്.
നിധി ആപ്കെ നിക്കട്ട് 2.0 സുവിധ സമാഗം ജനിമേഡ് ESI ആശുപത്രിയിൽ നടന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനും എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ പാലക്കാടും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പാലക്കാട് ESI ഹോസ്പിറ്റൽ RM ഡോക്ടർ SM ദിലീപ് സമാഗമം ഉദ്ഘാടനം ചെയ്തു. ഓസ്ട്രേലിയയിലേക്ക് വിസ സംഘടിപ്പിച്ചു നൽകാമെന്ന് പറഞ്ഞ് നിരവധി പേരിൽ നിന്നും പണം തട്ടിയെടുത്ത കേസിലെ പ്രതികൾ കോതമംഗലത്ത് പിടിയിൽ. മൂവാറ്റുപുഴ കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്തിരുന്ന മാതിരപ്പള്ളി സ്വദേശി തോമസ്, തമിഴ്നാട്ടിൽ കായികാധ്യാപകനായ പ്രദീപ് എന്നിവരാണ് പിടിയിലായത്. 1 കോടിയിലേറെ രൂപയാണ് ഇരുവരും ചേർന്ന് തട്ടിയെടുത്തത്. ഭാര്യയെ കൊലപ്പെടുത്തി മൃതദേഹം സ്യൂട്ട് കേസിലാക്കി പൂനെയിലേക്ക് രക്ഷപ്പെട്ട ഭർത്താവിനെ ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തു. കോൾ ഡീറ്റെയിൽ റെക്കോർഡുകൾ ഉപയോഗിച്ചാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള രാകേഷ് എന്ന പ്രതിയെ പൂനെ പോലീസ് പിടികൂടിയത്. റിയൽ എസ്റ്റേറ്റ് കമ്പനിയുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതിയുടെ എന്ന പേരിൽ ഇല്ലാത്ത വിധികൾ പരാമർശിച്ച ബംഗളൂരു സിറ്റി സിവിൽ കോടതി ജഡ്ജിക്കെതിരെ നടപടിയെടുക്കാൻ കർണാടക ഹൈക്കോടതി ശുപാർശ ചെയ്തു. വിധി ചോദ്യം ചെയ്ത് പണമിടപാട് സ്ഥാപനങ്ങളായ സമ്മാൻ ക്യാപിറ്റലും സമ്മാൻ ഫിൻസർവറുമാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. വിമാനയാത്രാ നിരക്ക് കുറയണമെങ്കിൽ ഏവിയേഷൻ ഇന്ധനത്തിന് സംസ്ഥാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന മൂല്യവർദ്ധിത നികുതി കുറയ്ക്കണമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാമോഹൻ നായിഡു. ഉയർന്ന വിമാന നിരക്ക് സംബന്ധിച്ച് അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കായിരുന്നു മറുപടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദക്ഷിണ മേഖല ഗ്യാസ് ടാങ്കർ ലോറി ഓണേഴ്സ് അസോസിയേഷൻ ആഹ്വാനം ചെയ്ത അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങി. ഇതേ തുടർന്ന് വ്യാഴാഴ്ച 6000-ലധികം ലോറികൾ ഓട്ടം നിർത്തിവച്ചു. സമരം തുടങ്ങുകയാണെങ്കിൽ ഡീലറുകൾക്ക് കടുത്ത ക്ഷാമമുണ്ടാകാനാണ് സാധ്യത. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.